സഹകരണ നിയമങ്ങൾ കാറ്റിൽ പറത്തി കരുവന്നൂർ സഹകരണ ബാങ്കിൽ സിപിഎം നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന പകൽ കൊള്ളയുടെ കൂടുതൽ ചിത്രം ഓരോ ദിവസം കഴിയുന്തോറും പുറത്തുവരികയാണ്. സിപിഎം നിയന്ത്രിക്കുന്ന രഹസ്യ അക്കൗണ്ടുകൾ വഴി നടന്ന അഴിമതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കെ ഉളുപ്പും നാണവുമില്ലാതെ ജനത്തിന്റെ പണം കൊള്ളയടിച്ചവർ സ്വയം വെള്ളപൂശാനായി ബ്രഷും പെയിന്റും വാങ്ങിക്കൂട്ടി പെടാപ്പാട് പിടുകയാണ്. വൻതോതിൽ പണമിടപാടുകൾ നടന്ന സിപിഎമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ ഇഡി റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൈമാറിയിരിക്കുന്നത് ശക്തമായ നടപടികളിലേക്കുള്ള നീക്കമായിരിക്കെ ഇഡി വിളിച്ചിട്ട് പോകാൻ കൂട്ടാക്കാത്ത സിപിഎം ജില്ലാ സെക്രട്ടറിയോട് ഹാജരായേ പറ്റൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇഡി. കരുവന്നൂർ കള്ളപ്പണ കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം വർഗീസിന്റെ ആവശ്യം ഇഡി തള്ളിയിരിക്കുകയാണ്. ഏപ്രിൽ 5-ന് ഹാജരാകാൻ വീണ്ടും ഇഡി നോട്ടീസ് നൽകുകയും ചെയ്തു. ഈ മാസം 26-ന് ശേഷം ഹാജരാകാമെന്നായിരുന്നു വർഗീസ് ഇഡിയെ അറിയിച്ചിരുന്നത്. എന്നാൽ എം വർഗീസ് സ്ഥാനാർത്ഥിയോ ഔദ്യോഗിക ചുമതല വഹിക്കുന്ന ആളോ അല്ലെന്ന് നിരീക്ഷിച്ച ഇഡി ആവശ്യം അംഗീകരിക്കാനാകില്ലെന്നറിയിച്ച് ഏപ്രിൽ 5-ന് ഹാജരാകാൻ വീണ്ടും നോട്ടീസ് നൽകുകയാണ് ഉണ്ടായത്. കള്ളപ്പണ കേസിൽ ഇഡി ആവശ്യപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് നൽകാൻ എം വർഗീസ് കൂട്ടാക്കിയിട്ടില്ല. കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ സതീഷ് കുമാറുമായി ബിജു സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായി ഇഡി കണ്ടെത്തിയിരുന്നു. കരുവന്നൂരിൽ നിന്ന് തട്ടിയ പണമാണ് ഇതെന്നാണ് ഇഡി ഉന്നയിക്കുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ സിപിഎം നേതാക്കളെ ഇഡി ചോദ്യം ചെയ്യാനിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. മുൻ എം പി കെ ബിജു, സിപിഎം തൃശൂർ കോർപ്പറേഷൻ കൗൺസിലർ കെ ഷാജൻ എന്നിവരോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ട്. കരുവന്നൂരിലെ തട്ടിപ്പന്വേഷിക്കാൻ സിപിഎം നിയോഗിച്ച അന്വേഷണ സമിതി അംഗങ്ങളായിരുന്നു ഇവർ ഇരുവരും. കരുവന്നൂർ കള്ളപ്പണ കേസിൽ സിപിഎമ്മിന് കുരുക്കു മുറുക്കുകയാണ് ഇഡി. സിപിഎമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനും റിസർവ് ബാങ്കിനും ഇഡി നേരത്തെ കൈമാറിയിരുന്നു. കരുവന്നൂരിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നേരിട്ട് ഉറപ്പു നൽകിയതിന് പിന്നാലെയാണിത്. 5 രഹസ്യ അക്കൗണ്ടുകൾ പാർട്ടിക്ക് കരുവന്നൂർ ബാങ്കിലുണ്ട്. അക്കൗണ്ടുകൾ തുടങ്ങണമെങ്കിൽ ബാങ്കിൽ അംഗത്വം എടുക്കണമെന്നാണ് ബാങ്ക് ബൈലോയും സഹകരണ നിയമവും പറയുന്നത്. എന്നാൽ ഇത് സിപിഎം നേതാക്കൾ പാലിച്ചിട്ടില്ല. പാർട്ടിയുമായി ബന്ധപ്പെട്ട ഭൂമി ഇടപാടുകളിലെ തുക നിക്ഷേപിക്കാനും ബെനാമി വായ്പകൾ വിതരണം ചെയ്യാനും കമ്മീഷൻ തുക നിക്ഷേപിക്കാനും അക്കൗണ്ടുകൾ സിപിഎം ഉപയോഗിക്കുകയായിരുന്നു. പാർട്ടി ഫണ്ട്, ലെവി പിരിവ് സംബന്ധമായ കാര്യങ്ങളും ഈ അക്കൗണ്ടുകളിലൂടെ സിപിഎം നടത്തി. ഉന്നത സിപിഎം നേതാക്കൾ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ അക്കൗണ്ടുകൾ സംബന്ധിച്ച ഒരു വിവരവും ഓഡിറ്റ് രേഖകളിൽ ഇല്ലെന്നതാണ് എടുത്തു പറയേണ്ടത്. സിപിഎമ്മിന് തൃശൂർ ജില്ലയിൽ മാത്രം 17 ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ 25 അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളിലായി ഉണ്ട്. ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും കഴിഞ്ഞ മാർച്ചിൽ ഓഡിറ്റ് ചെയ്ത കണക്കുകളിൽ ഇല്ലെന്നും ഇഡി പറയുന്നു.